ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ലെറ്റർ ഏതാ ക്യാപിറ്റൽ ലെറ്റർ പഠിച്ചത്? എ. ഏതാ ക്യാപിറ്റൽ ലെറ്റർ പഠിച്ചത്? എ. ഒന്ന് ഓർത്തു നോക്കാം. എ കാണുന്നുണ്ടോ എഴുതുന്നത്? എ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ക്യാപിറ്റൽ ലെറ്റർ എ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാപിറ്റൽ ലെറ്റർ ബി. ഏതാ? ബി. ബി എങ്ങനെ എഴുതുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ലൈൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. ഓരോ ലൈൻസ് കർവ്, സ്റ്റാൻഡിങ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, അങ്ങനെ. ബി എഴുതാൻ ആദ്യം നമ്മൾ എന്താ സ്റ്റാൻഡിങ് ലൈൻ എഴുതിയിട്ട് രണ്ട് കർവ് ജോയിൻ ചെയ്ത് എഴുതി കൊടുക്കണം. അപ്പോഴെന്താ ബി. ഒന്നുകൂടി നോക്കിയ സ്റ്റാൻഡിങ് ലൈൻ, പിന്നീട് എന്താ കർവ്. അതിനാ ബേസിക് ആയിട്ട് അവിടെ ലൈൻസ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? കർവ് പഠിച്ചതുകൊണ്ട് ലെറ്റേഴ്സ് എഴുതാൻ എളുപ്പമാണ്. ആദ്യം സ്റ്റാൻഡിങ് ലൈൻ, പിന്നീട് എന്താ കർവ് വരച്ചു കൊടുക്കുക. കാണുന്നുണ്ടോ എഴുതുന്നേ? ഏതാ ലെറ്റർ? ബി. പറഞ്ഞുകൊണ്ട് എഴുതുക. ബി. സ്റ്റാൻഡിങ് ലൈൻ, പിന്നീട് എന്താ കർവ്. ലൈൻസ് പഠിച്ചത് അതിനാണ് ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തു തന്നത്. ലെറ്റേഴ്സിന് ആവശ്യമാണ്. ബി ക്യാപിറ്റൽ ലെറ്റർ ബി. ഒന്ന് എഴുതി നോക്കിയാൽ പറഞ്ഞുകൊണ്ട് എഴുതണം. ബി സ്റ്റാൻഡിങ് ലൈൻ, പിന്നീട് എന്താ കർവ്. സ്റ്റാൻഡിങ് ലൈൻ, പിന്നീട് രണ്ട് കർവ് ജോയിൻ ചെയ്ത് എഴുതുക. ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ ബി. മനസ്സിലാവുന്നുണ്ടോ എഴുതുന്നത്? ഇന്നെന്താ പഠിച്ചത്? ക്യാപിറ്റൽ ലെറ്റർ ബി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.